So dear students, in this class, let us learn about some of these terms that is used for expressing concentration of a solution. All of you know that a solution contains a solvent and a solute. Solution എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് എന്ത് സബ്സ്റ്റൻസിനെ എന്തിൽ ലയിപ്പിക്കുന്നു അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ലയിപ്പിക്കുന്നത് അതിനെയാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് പറയുന്നത്. എന്തിനാണ് ലയിപ്പിക്കുന്നത് അതാണ് സോൾവെന്റ്. അപ്പൊ ഇങ്ങനെ എത്ര സൊല്യൂട്ട് എത്ര സോൾവെന്റിൽ ലയിപ്പിച്ചു എന്നത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറെ ടേംസ് ഉണ്ട്. ആ ടേംസ് ആണ് അതിൽ ഒരെണ്ണമാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം മൊളാരിറ്റി എന്താണെന്ന് പഠിക്കാം. Molarity definition ഇങ്ങനെയാണ്. It is defined as the number of moles of the solute present per liter of the solution. So molarity is equal to number of moles of the solute divided by volume of the solution in liters. If the number of moles of a solute present in V liter of its solution is N2, molarity of the solution M is given by M equal to N2 by V. അപ്പോൾ N2 എന്ന് പറയുന്നത് എന്താ നമ്പർ ഓഫ് മോൾസ് ആണ്. V എന്ന് പറയുന്നത് എന്താ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് ആണ്. ഇനി N2 കാണാനുള്ള മാർഗം എങ്ങനെയാ? N2 നമ്പർ ഓഫ് മോൾസ് കാണുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ആണ്. N2 is equal to ഇതാണ് ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്. അപ്പൊ നമുക്ക് N2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം W2 by M2 into V. അതാണ് മൊളാരിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രോബ്ലത്തിലൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്കിത് ഓർത്തിരിക്കണം ഈ ഇക്വേഷൻ. ഇതുപോലെ തന്നെ വേറെ ടേം ആണ് മില്ലി മൊളാരിറ്റി. മില്ലി മൊളാരിറ്റി എന്ന് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ചെറിയ എം ഇട്ടിട്ട് ക്യാപിറ്റൽ എം ആണ്. അതായത് ഇവിടെ കോൺസെൻട്രേഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് മില്ലി മോൾസ് പെർ ലിറ്ററിലാണ്. മില്ലി മോൾസ് പെർ ലിറ്റർ. Millimolarity of a solution is defined as the number of millimoles of the solute present per liter of the solution. Or it is equal to number of millimoles of the solute divided by volume of the solution in liters. If N2 is the number of moles of a solute, then number of millimoles present in V liter of the solution is equal to N2 into 1000. Moles, number of moles n ആണെങ്കിൽ നമ്മൾ അതിനെ millimoles ആക്കുമ്പോൾ N2 into 1000 ആവും. അപ്പൊ millimoles ഇക്വേഷൻ മൊളാരിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് N2 by V into 1000 or molarity into 1000. അപ്പൊ മൊളാരിറ്റി എന്ന് പറഞ്ഞ സംഖ്യേനെ 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മില്ലി മൊളാരിറ്റി കിട്ടും. ഈ മില്ലി മൊളാരിറ്റി കാണാനുള്ള വേറെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് W2 by M2 ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ W2 by M2 into V into 1000. അതാണ് മില്ലി മൊളാരിറ്റി. അടുത്തതിന് നോർമാലിറ്റി എന്താണെന്ന് നോക്കാം. Normality of a solution is defined as the number of gram equivalents of the solute present per liter of the solution. But normality N is equal to number of gram equivalents of the solute divided by volume of the solution in liters. But N equal to N2 by N2 dash എന്ന് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ N2 by V ആണ്. നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യാം? N2 dash is equal to W2 by equivalent weight ആണ്. അതായത് given weight by equivalent mass. നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി ഇക്വലന്റ് മാസും മോളിക്കുലർ മാസും സെയിം അല്ല. ചില സബ്സ്റ്റൻസിന് സെയിം ആണ്, പക്ഷെ ചിലവർക്ക് അത് സെയിം അല്ല. അപ്പൊ ഇക്വലന്റ് മാസ് ഡിഫറെന്റ് ആയിരിക്കും, മോളിക്കുലർ മാസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് കാണണമെങ്കിൽ നമ്മുടെ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ്, അതാണ് നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ്. അപ്പൊ N equal to എന്ത് വരും? W2 by E2 into V. അതാണ് നോർമാലിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോർമാലിറ്റി മൊളാരിറ്റി നമ്മൾ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ നമ്പർ ഓഫ് ഗ്രാം മോൾസ് ആണ് മൊളാരിറ്റിയിൽ, നോർമാലിറ്റിയിലാണെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ആണ്.
അടുത്ത ടേം മൊളാലിറ്റി ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടേം മൊളാലിറ്റി. ചെറിയൊരു വ്യത്യാസമുള്ള മൊളാരിറ്റി പോലെ തന്നെയാണ് മൊളാലിറ്റി. ചെറിയ വ്യത്യാസം എന്താണെന്ന് നോക്കാം. Molality of a solution is defined as the number of moles of the solute present per 1000 gram of the solvent. 1000 ഗ്രാമില് 1000 gram solvent എടുത്തു കഴിയുമ്പോൾ അതിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ് നമ്മൾ വിളിക്കുന്നത് മൊളാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ മൊളാലിറ്റി is equal to number of moles of the solute divided by mass in kilogram of the solvent. അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഇൻ ഗ്രാം ഓഫ് ദി സോൾവെന്റ് ഇൻറ്റു 1000. അപ്പൊ ഗ്രാമിലാണ് നമ്മുടെ മാസ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് വ്യത്യാസമുള്ള ഇക്വേഷനിൽ. മൊളാലിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് അപ്പൊ എന്ത് വരും, ചെറിയ എം വെച്ചിട്ടാണ് മൊളാലിറ്റി റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് N2 ബൈ W1 ഇൻറ്റു 1000. W1 എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട് ആണ്. Sorry, weight of the solvent. W1 is the weight of the solvent. ഇനി N2 എന്ന് പറയുന്നത് എന്താ, എപ്പോഴും W2 by M2 ആണ് എന്ത് N2 എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. W2 ഇൻറ്റു 1000 ബൈ M2 ഇൻറ്റു W1. ഇതാണ് മൊളാലിറ്റിയുടെ ഇക്വേഷൻ. അപ്പൊ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടതായിട്ട് വരിക. W2 ഇൻറ്റു 1000 ബൈ M2 ഇൻറ്റു W1. W2 എന്താ, വെയിറ്റ് ഓഫ് ദ സൊല്യൂട്ട്. M2 എന്താ, മോളിക്കുലർ മാസ് ഓഫ് ദ സൊല്യൂട്ട്. W1 എന്താ, വെയിറ്റ് ഓഫ് ദി സോൾവെന്റ്. 1000 അതിനെ കിലോഗ്രാമിലാക്കാൻ വേണ്ടി. അടുത്തത് മോൾ ഫ്രാക്ഷൻ ആണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് എനി കമ്പോണന്റ് ഓഫ് എ സൊല്യൂഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കമ്പോണന്റ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂഷൻ. അതായത് നമുക്ക് രണ്ട് കമ്പോണന്റുകളോട് മിക്സ് ചെയ്ത് നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഓരോ കമ്പോണന്റിന്റെയും മോൾ ഫ്രാക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ അതിന്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ചെയ്താൽ മതി. ഇപ്പൊ സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷനെ കാണണമെങ്കിൽ x1 നമുക്ക് റെപ്രസെന്റ് ചെയ്യാം സോൾവെന്റിനെ. സോൾവെന്റ് മോൾ ഫ്രാക്ഷൻ കാണണമെങ്കിൽ സോൾവെന്റിന്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് കിട്ടണമെങ്കിൽ x2 എന്താവും, സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇനി എപ്പോഴും സോൾവെന്റിന്റെ നമ്പർ ഓഫ് മോൾസ് പ്ലസ് സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു 1 ആയിരിക്കും. അതായത് x1 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 1. അടുത്തത് മാസ് ഫ്രാക്ഷൻ ആണ്. മാസ് ഫ്രാക്ഷൻ അടുത്ത മാസ് ഫ്രാക്ഷൻ എന്താന്ന് നോക്കാം. It is defined as the ratio of the masses of that component to the total mass of the solution. അതായത് നമ്മൾ മോൾ ഫ്രാക്ഷൻ നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ മാസ് ഓഫ് ദി കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി സൊല്യൂഷൻ ആണ് കണക്കാക്കുന്നത്. അപ്പൊ മാസ് ഫ്രാക്ഷൻ ഓഫ് ദി സോൾവെന്റ് കാണണമെങ്കിൽ നമ്മൾ വെയിറ്റ് ഓഫ് ദി സോൾവെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ് ഓഫ് ദി സൊല്യൂഷൻ എടുക്കണം. അതുപോലെ മാസ് ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂട്ട് ആണെങ്കിൽ എന്തായിരിക്കും, weight of the solute divided by total weight of the solution. W2 by W1 plus W2. അങ്ങനെ എടുത്താൽ മതി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മാസ് ഫ്രാക്ഷൻ ചെയ്യണമെങ്കിൽ അങ്ങനെയാണ്. അതായത് നമ്മൾ വെയിറ്റ്, ഒരു കമ്പോണന്റ് വെയിറ്റ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യുക എന്ത് വെച്ചിട്ടാണ്, ടോട്ടൽ വെയിറ്റ് വെച്ചിട്ട്. ടോട്ടൽ വെയിറ്റ് എങ്ങനെ കിട്ടുക, സോൾവെന്റിനെയും സൊല്യൂട്ടിന്റെയും വെയിറ്റും കൂടെ ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ മാസ് ഫ്രാക്ഷൻ ഓഫ് ദി സോൾവെന്റ് ഇസ് ഇക്വൽ ടു W1 by W1 plus W2. മാസ് ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂട്ട് ഇസ് ഇക്വൽ ടു W2 by W1 plus W2. അടുത്തൊരു ടേം വരുന്നത് മാസ് പെർസെന്റേജ് ആണ്. മാസ് പെർസെന്റേജില് മാസ് കാണുക. Mass percentage of a component in the solution is equal to the mass in grams of that component present per 100 gram of the solution.
അതായത് മാസ് പെർസെൻറ്റേജ് കാണാൻ നല്ല എളുപ്പമാണ്. മാസ് ഓഫ് ദ കമ്പോണന്റ് ഞാൻ സൊല്യൂഷൻ എടുക്കുക, ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അത് ചെയ്യുന്നതാണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഒരു 5% അക്യൂസ് സൊല്യൂഷൻ ഓഫ് യൂറിയ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് 5 gram ഓഫ് യൂറിയ 100 gram അക്യൂസ് സൊല്യൂഷൻ എടുത്ത് കഴിയുമ്പോൾ 5 gram യൂറിയ ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ 5% സൊല്യൂഷൻ എന്ന് വിളിക്കും. 5% മാസ് പെർസെൻറ്റേജ് സൊല്യൂഷൻ എന്ന് വിളിക്കും. അതായത് 5 gram ഓഫ് യൂറിയ എടുത്തിട്ടുണ്ട്, പിന്നെ 95 gram ഓഫ് വാട്ടർ എടുത്താൽ മതി. അപ്പൊ 95 + 5 gram എത്ര വരും? 100 gram. അപ്പൊ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 100 gram ആയിരിക്കും. അപ്പൊ 5 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 എന്ത് വരും? 5%. അപ്പൊ അങ്ങനെയാണ് 5% സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത്. അതായത് 5 gram യൂറിയ എടുക്കുക, എന്നിട്ട് 95 gram വാട്ടറിൽ ഡിസോൾവ് ചെയ്യുക. അതാണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറെ ടേം ആണ് വോളിയം പെർസെൻറ്റേജ്. വോളിയം പെർസെൻറ്റേജ് ഇതുപോലെ തന്നെ വോളിയം ഓഫ് ദ കമ്പോണന്റ് ഇൻ സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ആണ് വരിക. അതായത് ഒരു കമ്പോണന്റ് വോളിയം എടുക്കുക, ഡിവൈഡ് ചെയ്യുക ടോട്ടൽ വോളിയം വെച്ചിട്ട്, എന്നിട്ട് ഇൻറ്റു 100 ചെയ്യുക. 5% solution of glycerol means it is a solution containing 5 ml of glycerol per 100 ml of the solution. അതായത് നമ്മൾ വോളിയം ഓഫ് ദ കമ്പോണന്റ് 5 ആണ്. 5 ml ഗ്ലിസറോൾ എടുക്കുന്നു, പിന്നെ 100 ml സൊല്യൂഷൻ എടുക്കുന്നു. 100 ml സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി 5 ml ഗ്ലിസറോൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കി 95 ml വാട്ടറും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ എടുക്കുന്നത് തന്നെയാണ് നമ്മൾ വിളിക്കുന്നത് വോളിയം പെർസെൻറ്റേജ്. അതായത് മുകൾ ഭാഗത്ത് 5 വരും, താഴെ 95 + 5 വരും, അപ്പൊ 100 വരും. അതിനെയാണ് നമ്മൾ 5% സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ വോളിയം ഓഫ് ദ കമ്പോണന്റ് സൊല്യൂഷൻ ഇൻറ്റു 100 ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ആണ് ഇത് വോളിയം പെർസെൻറ്റേജ്. ഇതുപോലെ വേറെ ടേം ആണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് മീൻസ് മാസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് പെർ 100 ml ഓഫ് ദി സൊല്യൂഷൻ. ഇവിടെ മാസ് ഓഫ് സൊല്യൂട്ടിനെ ടോട്ടൽ വോളിയം വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്യുന്നതാണ് നമ്മൾ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് വിളിക്കുന്നത്. സൊല്യൂട്ടിന്റെ വെയിറ്റ് എടുക്കുക, ടോട്ടൽ വോളിയം വെച്ച് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്തിട്ടുണ്ടെങ്കിൽ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് കിട്ടും. അടുത്ത ടേം ആണ് പാർട്സ് പെർ മില്യൺ. പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത് 1 മില്യണിൽ എത്ര പാർട്സ് ഉണ്ടെന്നാണ്. 1 മില്യൺ സൊല്യൂഷനിൽ എത്ര പാർട്സ് സൊല്യൂട്ട് ഉണ്ടെന്നാണ്. അപ്പൊ ഇത് സാധാരണയായിട്ട് പാർട്സ് പെർ മില്യൺ വളരെ ട്രേസ് ആയിട്ട് ഏതെങ്കിലും ഒരു സൊല്യൂട്ട് ഒരു സൊല്യൂഷനിൽ ഉണ്ടെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പാർട്സ് പെർ മില്യൺ എന്ന് വിളിക്കുക. ഇത് ഒരു കിണറിന്റെ ഉള്ളില് നിറച്ചും വെള്ളം ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളില് ചിലപ്പോ വസ്തുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ലെഡ്, കാഡ്മിയം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ കാഡ്മിയത്തിന്റെ അളവ് അത്രയും ലിറ്റർ വെള്ളത്തില് വളരെ കുറച്ചുണ്ടാവുള്ളൂ. അങ്ങനത്തെയൊക്കെ സൊല്യൂട്ട്സിന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പാർട്സ് പെർ മില്യൺ എന്ന് വിളിക്കുന്നത്. അതായത് ഇറ്റ് ഇസ് used to express concentration when the solute is present only in traces in the solution. ഇനി ഇതെങ്ങനെയാണ് കണ്ടെത്തുക? പാർട്സ് പെർ മില്യൺ. പാർട്സ് പെർ മില്യൺ കണ്ടിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട് എടുക്കുക, അതിനെ ഡിവൈഡ് ചെയ്യുക, വെയിറ്റ് ഓഫ് ദി സൊല്യൂഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 10⁻6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 10⁻6 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മില്യൺ ആണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് പാർട്സ് പെർ മില്യൺ എന്ന് വിളിക്കുന്നത്. W2 by W solution into 10⁻6. അപ്പൊ നമ്മൾ ഒത്തിരി ടേംസ് കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാനുള്ള പഠിച്ചു. ഇതില് മൊളാരിറ്റി, പിന്നെ വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, അതിലൊക്കെ വോളിയത്തിന്റെ ആവശ്യം വരുന്നുണ്ട്. വോളിയം നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. ഈ വോളിയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ടെമ്പറേച്ചർ അനുസരിച്ച് മാറും. വോളിയം ഇസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ്. അതുകൊണ്ട് തന്നെ ഈ ടേംസ് ഒക്കെ മൊളാരിറ്റി, പിന്നെ വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഒക്കെ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ചെറിയ വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, മാസ് ഫ്രാക്ഷൻ, പാർട്സ് പെർ മില്യൺ ഇതിലൊക്കെ നമുക്ക് വെയിറ്റ് മാത്രം മതി. ഒരിക്കലും നമ്മൾ വോളിയം മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വെയിറ്റ് ഒരിക്കലും ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് അല്ല. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് വെയിറ്റ് ഒരിക്കലും മാറില്ല. അതുകൊണ്ട് ഈ ടേംസ് ഒന്നും ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് മാറില്ല. മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, മാസ് ഫ്രാക്ഷൻ,
പാർട്സ് പെർ മില്യൺ ഒന്നും ടെമ്പറേച്ചർ മാറുന്നത് അനുസരിച്ച് മാറില്ല. അതുകൊണ്ട് അത് കുറേയും കൂടെ റിലയബിൾ ആണ്. അപ്പൊ കുറച്ചും കൂടെ നല്ല കോൺസെൻട്രേഷൻ ടേംസ് മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, മാസ് ഫ്രാക്ഷൻ, പാർട്സ് പെർ മില്യൺ ആണ്. നമുക്കൊരു പ്രോബ്ലം ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നോക്കാം. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് എൻ അക്വസ് സൊല്യൂഷൻ കണ്ടെയ്നിങ് 8 gram ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻ 4 liters. അപ്പൊ മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ W2/M2 × V ആണ്. ഇവിടെ W2 8 gram തന്നിട്ടുണ്ട്. സോഡിയം ഹൈഡ്രോക്സൈഡ് 8 gram ആണ്. മോളിക്കുലാർ മാസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് Naയും Oയും Hയും കൂടെ കൂട്ടി കഴിയുമ്പോൾ 40 gram കിട്ടും. വോളിയം 4 liter ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് വരും ഇക്വേഷൻ? 8/40 × 4 liters. അപ്പൊ 0.05 mol per liter. അതാണ് മൊളാരിറ്റി. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ മൊളാലിറ്റി ഓഫ് എ സൊല്യൂഷൻ ഒബ്റ്റെയിൻഡ് ബൈ ഡിസോൾവിംഗ് 18 gram ഓഫ് ഗ്ലൂക്കോസ് ഇൻ 1 kilogram ഓഫ് വാട്ടർ. ഗ്ലൂക്കോസിന്റെ ഫോർമുല വന്നിട്ടുണ്ട് C6H12O6 ആണ്. അപ്പൊ ഇതിന്ന് മോളിക്കുലർ മാസ് കണ്ടെത്താൻ പറ്റും. എല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോൾ കാർബൺ, ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടും. ഡിഗ്രി അല്ല 180 gram കിട്ടും. അപ്പൊ മോളിക്കുലർ മാസ് ഓഫ് ഗ്ലൂക്കോസ് ഇസ് 180 gram. മൊളാലിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് എന്താ? W2 × 1000/M2 × W1. ഇതിൽ W2 എന്ന് പറയുന്നത് 18 gram ആണ്. M2 എന്ന് പറയുന്നത് 180 gram ആണ്. W1 എന്ന് പറയുന്നത് 4 kilogram ആണ്. 4 kilogram എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4000 gram വരും. അപ്പൊ നമുക്ക് അതിനെ ഗ്രാം ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 18 × 1000/180 × 4000. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.025 മോൾ പെർ കിലോഗ്രാം ആണ്. അപ്പൊ ഇത് രണ്ടും ചെയ്ത് നോക്കുക ബുക്കില്. വേറെ ഇതാണ് കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എ സൊല്യൂട്ട് ഇൻ 1.5 മോളാൽ അക്വസ് സൊല്യൂഷൻ ഓഫ് യൂറിയ. മൊളാലിറ്റി ഓഫ് യൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 തന്നിട്ടുണ്ട്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് യൂറിയ എത്ര വരും? 1.5 തന്നെ വരും. അപ്പൊ മാസ് വാട്ടർ എന്ന് പറയുന്നത് എന്ത് വരും? മാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1000 gram വരും. 1000 gram. വരും. 1000 gram. പിന്നെ വാട്ടറിന്റെ മോളിക്കുലർ മാസ് 18 ആണ്. അപ്പൊ 1000/18 55.56. അതാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ വരിക അല്ലെ? അപ്പൊ മോൾ ഫ്രാക്ഷൻ ഓഫ് യൂറിയ എന്ത് വരും? ഫോർമുല X2 = N2/N1 + M2 ആണ്. N2 എന്ന് പറയുന്നത് നമുക്കറിയാം 1.5 ആണ്. പിന്നെ N1 എന്ന് പറയുന്നത് 55.56 ആണ്. N2 എന്ന് പറയുന്നത് പിന്നെയും 1.5 ആണ്. അപ്പൊ 1.5 ഡിവൈഡഡ് ബൈ 55.56 പ്ലസ് 1.5 നമുക്ക് കിട്ടുന്നത് 0.02629. അതാണ് അപ്പൊ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് യൂറിയ വരിക. ഇതൊരെണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്തോളാം. 12 gram ഓഫ് NaNO3 dissolved in water gave 0.6 liter of the solution. Calculate molarity and molality of the solution. Density of the solution is 1.15 gram per ml. പിന്നെ NaNO3 ആണ്. അപ്പൊ NAയുടെ ആറ്റോമിക് മാസ് 23, നൈട്രജന്റെ 14, ഓക്സിജന്റെ ആണെങ്കിൽ 16. അപ്പൊ അത് വെച്ചിട്ട് ഇത് പ്രോബ്ലം സോൾവ് ചെയ്യുക. ഓക്കെ, so this is all for today. Thank you.